എരുമേലിയിൽ അറുതിയില്ലാതെ പാർക്കിംഗ് ഫീസ് തട്ടിപ്പ്. 30 രൂപ വാങ്ങേണ്ട കാർ പാർക്കിങ്ങിന് അയ്യപ്പന്മാരിൽ നിന്ന് വാങ്ങിയത് 500 രൂപ. കോട്ടയം സ്വദേശികളായ അയ്യപ്പന്മാർ പരാതി നൽകി. കോട്ടയം മണലുങ്കൽ സ്വദേശിയായ ശബരിമല തീർത്ഥാടകൻ അർജുൻ സുഭാഷാണ് എരുമേലിയിൽ ഈ കടും കൊള്ളയ്ക്ക് ഇരയായത്. ഡിസംബർ 2 വൈകിട്ട് 6:30 എരുമേലിയിലെ വാവർ പാർക്കിംഗ് ഗ്രൗണ്ടിൽ അർജുന്റെ മാരുതി കാർ പാർക്ക് ചെയ്തത്. ദർശനം കഴിഞ്ഞ് പിറ്റേന്ന്, അതായത് ഡിസംബർ 3 രാവിലെ 9 മണിക്ക് തന്നെ തിരിച്ചെത്തി വാഹനമെടുത്തു. ദേവസ്വം ബോർഡും സർക്കാരും ഏകീകരിച്ച വില പ്രകാരം വെറും 30 രൂപ മാത്രമാണ് അർജുൻ അടയ്ക്കേണ്ടിയിരുന്നത്. എന്നാൽ 500 രൂപയാണ് എരുമേലിയിലെ വാവർ പാർക്കിംഗ് ഗ്രൗണ്ടിലെ കൊള്ളക്കാർ തട്ടിച്ചെടുത്തത്. വലിയ ബസ്സുകൾക്ക് ഈടാക്കേണ്ട 100 രൂപയുടെ പാർക്കിംഗ് പാസിന് പുറകിൽ പാർക്കിംഗ് ജീവനക്കാർ സ്വയം എഴുതി ചേർത്താണ് 500 രൂപ വെറും കാറിന് ഈടാക്കിയത്. ഇന്നലെ പോകുന്ന നേരത്ത് ഞാൻ മലയ്ക്ക് പോയിട്ട് വണ്ടി എടുക്കുന്നുള്ളൂ. വന്നപ്പോൾ അവരെന്തെങ്കിലും ക്യാഷ് ഈടാക്കി 500 രൂപയാണ്. ഇന്നലെ 100 രൂപയുടെ പാസ് ചെയ്ത് കാണാം. 100 രൂപയുടെ പാസ് ചെയ്ത് നമുക്ക് പുറകിൽ 500 രൂപ, അത് മാറ്റിയിട്ടാണ് കാർ. മാറ്റിയിട്ടുണ്ട് 500 രൂപ എൻ്റെ കയ്യിൽ മേടിച്ചിട്ടുണ്ട്. അപ്പം ഈ നമ്മൾ എൻ്റെ കയ്യിൽ മലയാളിയായിട്ട് 500 രൂപ മേടിച്ചിട്ടുണ്ടെങ്കിൽ തമിഴ്നാട് യാത്രക്കാരൊക്കെ അവർ എത്ര രൂപയായിരിക്കും മേടിക്കുന്നത്? ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. കൺട്രോൾ ഓഫീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. തട്ടിപ്പിനിരയായ അർജുൻ സുഭാഷ് റവന്യൂ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന് പരാതി നൽകിയിട്ടുണ്ട്. നിരന്തരം ഇത്തരം തട്ടിപ്പുകൾ അയ്യപ്പന്മാർ ശ്രദ്ധയിൽപ്പെടുത്തുകയും പരാതി നൽകുകയും ചെയ്യുന്നുണ്ടെങ്കിലും തക്കതായ നടപടി അധികൃതർ എടുക്കുന്നില്ല. ഇത് തട്ടിപ്പുകാർക്ക് വളം വെക്കുന്ന നടപടിയാണ്. പാർക്കിംഗ് കേന്ദ്രങ്ങളിലും ശൗചാലയങ്ങളിലും അധികൃതരുടെ പരിശോധനകൾ കാര്യക്ഷമമല്ലാത്തതും കൊള്ളസംഘങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്നു. അധികൃതരും കരാറുകാരും അയ്യപ്പന്മാരെ കൊള്ളയടിക്കാൻ ഒത്തുകളിക്കുകയാണെന്ന് ഹൈന്ദവ സംഘടനകൾ വിമർശിക്കുന്നു. ജനം, കോട്ടയം.